വെൽക്കം ബാക്ക് ടു ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ് ഓഫ് CMS. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാറ്റാലിസിസും ടൈപ്പ് ഓഫ് കാറ്റാലിസിസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അടുത്തൊരു സെക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് സിസ്റ്റമാണ്. ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? കൺസിസ്റ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ്. അപ്പോൾ കൊളോയിഡ്സ് ഒരു ഹെട്രോജീനിയസ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ട്രൂ സൊല്യൂഷൻ്റെയും സസ്പെൻഷൻ്റെയും നടുക്കുള്ള ഒരു സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷനാണ് ആര്? നമ്മുടെ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൊളോയിഡ്സ് എടുക്കുകയാണെങ്കിൽ അതൊരു രണ്ട് ഫേസ് ഉള്ള ഒരു സിസ്റ്റമാണ്. അതിൽ ഒരു ഫേസ് എന്ന് പറയുന്നത് മറ്റൊരു ഫേസിൽ ഡിസ്പേഴ്സ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. നോക്കിക്കേ, വൺ സബ്സ്റ്റൻസ് ഈസ് ഡിസ്പേഴ്സ്ഡ് ആസ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് ഇൻ അനദർ സബ്സ്റ്റൻസ് കാൾഡ് ഡിസ്പേർഷൻ മീഡിയം. അതായത് വേറൊരു സബ്സ്റ്റൻസിൽ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്ത് കിടക്കും? ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കും. എങ്ങനെ? ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നതാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സ്റ്റാർച്ച് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ സ്റ്റാർച്ച് എന്ന് പറയുന്നതായിരിക്കും ഫൈൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഫൈൻ പാർട്ടിക്കിൾസ് വാട്ടർ എന്ന് പറയുന്ന ഡിസ്പേർഷൻ മീഡിയത്തിൽ ഡിസ്പേഴ്സ് ചെയ്ത് ചെതറിയായിരിക്കും കിടക്കുന്നത്. അതിനാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. കൊളോയിഡ്സിന് എക്സാമ്പിളാണ് നമ്മുടെ സ്റ്റാർച്ച് സൊല്യൂഷൻ. അപ്പോൾ വൺ സബ്സ്റ്റൻസ് ഈസ് ഡിസ്പേഴ്സ്ഡ് ആസ് വെരി ഫൈൻ പാർട്ടിക്കിൾസ് ഇൻ അനദർ സബ്സ്റ്റൻസ് കാൾഡ് ഡിസ്പേർഷൻ മീഡിയം. നമ്മുടെ കൊളോയിഡ്സിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൊളോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ദ ഇൻ്റർമീഡിയറ്റ് സിസ്റ്റം ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസ് ഈസ് ഡിസ്പേഴ്സ്ഡ് ആസ് ഫൈൻ പാർട്ടിക്കിൾസ് ഇൻ അനദർ സബ്സ്റ്റൻസ്. അതിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ. അടുത്തത് ഇനി നമ്മുടെ കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. മെയിനായിട്ട് 3 തരത്തിലാണ് കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേർഷൻ ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ച്. 2, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ടൈപ്പ് അനുസരിച്ച് അവിടെയും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടി മോളിക്കുലാർ, മാക്രോ മോളിക്കുലാർ ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്നും പറഞ്ഞിട്ട് 3ആയിട്ടും ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത 3ാമത്തത് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഇൻട്രാക്ഷൻ്റെ നേച്ചർ അനുസരിച്ചും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കൊളോയിഡ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 തരത്തിലാണ് കൊളോയിഡ്സിനെ എന്തോ ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചാണ്. അപ്പോൾ ഏതൊക്കെ ഫിസിക്കൽ സ്റ്റേറ്റാണ് നമുക്കുള്ളത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഏതാണ്ട് 8 ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റമാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാസ് മറ്റൊരു ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു കൊളോയിഡ് ആവൂല. കാരണം എന്താ? നമ്മുടെ കൊളോയിഡ് എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു? നമ്മൾ ഒരു ഹെട്രോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് ഇല്ല. കാരണം എന്തോ അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിപ്പോവും. അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്പേഴ്സ്ഡ് ഫേസ് ആദ്യം സോളിഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡാണ്, ഡിസ്പേർഷൻ മീഡിയവും സോളിഡാണ്. അപ്പോൾ അതിന് പറയുന്ന പേര് അല്ലെങ്കിൽ അങ്ങനത്തെ കൊളോയിഡിൻ്റെ ടൈപ്പിനെ നമ്മൾ സോളിഡ് സോൾ എന്നായിരിക്കും പറയുന്നത്. ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡും ആയിട്ടുള്ള കൊളോയിഡൽ ടൈപ്പിനെ നമ്മൾ സോളിഡ് സോൾ എന്നായിരിക്കും പറയുന്നത്. സോളിഡ് സോളിന് എക്സാമ്പിളാണ് കളേർഡ് ഗ്ലാസസ്, ജെം സ്റ്റോൺസ്. ഇതൊക്കെ സോളിഡ് സോളിന് എന്താണ്? എക്സാമ്പിളാണ്. അടുത്തത് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് സോളിഡ്, ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡ്. സോളിഡും ലിക്വിഡും. അപ്പോൾ അങ്ങനത്തെ കൊളോയിഡൽ ടൈപ്പിനെ പറയുന്നത് സോൾ എന്നാണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പെയിൻറ്റ്, സെൽ ഫ്ലൂയിഡ്സ് അതൊക്കെയാണ്. 3ാമത്തത് ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ്, ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ്. അപ്പോൾ കിട്ടുന്ന കൊളോയിഡ് എന്ന് പറയുന്നത് എയറസോൾ ആണ്. അതിന് എക്സാമ്പിൾ സ്മോക്ക്, ഡസ്റ്റ്. ഇനി അടുത്ത ഡിസ്പേഴ്സ്ഡ് ഫേസ് എടുക്കുന്നത് ലിക്വിഡാണ്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് സോളിഡാണ്. ലിക്വിഡ്, സോളിഡ്. അപ്പോൾ കിട്ടുന്ന ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്ന് പറയുന്നത് ജെല്ലാണ്.
അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ചീസ്, ബട്ടർ, ജെല്ലീസ്. ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും തമ്മിൽ തിരിഞ്ഞു പോകരുത്. കാരണം ഇപ്പോൾ നമ്മൾ സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ടും ലിക്വിഡ് ഡിസ്പേർഷൻ മീഡിയമായിട്ട് എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന കൊളോയിഡ് എന്ന് പറയുന്നത് സോളാണ്. അതേസമയം ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ട് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് സോളിഡ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ജെല്ലാണ്. അപ്പോൾ നമ്മുടെ ടൈപ്പ് ഓഫ് കൊളോയിഡ് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അടുത്തെന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡും. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആയാൽ കിട്ടുന്ന കൊളോയിഡൽ ടൈപ്പ് എന്ന് പറയുന്നത് എമൽഷനാണ്. നമ്മുടെ മിൽക്ക്, ഹെയർ ക്രീം അതൊക്കെ എമൽഷന് എക്സാമ്പിൾസ് ആണ്. ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസും ആണെങ്കിൽ കിട്ടുന്നത് എയറസോൾ. ഇതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് കൊളോയിഡ് നമുക്ക് കിട്ടി. എവിടെ? ഡിസ്പേർഷൻ ഫേസ് സോളിഡും ഡിസ്പേഴ്സ്ഡ് മീഡിയം ഗ്യാസ് ആവുമ്പോഴും ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്ന് പറയുന്നത് എയറസോൾ ആണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ് സ്പ്രേസ്. ഇതൊക്കെ എയറസോളിന് എക്സാമ്പിളാണ്. അടുത്തിനി ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് സോളിഡും ആകുമ്പോൾ കിട്ടുന്ന കൊളോയിഡ് എന്ന് പറയുന്നത് ആരാ? സോളിഡ് സോൾ. ഇതുപോലൊരു സോളിഡ് സോളിൻ്റെ ടൈപ്പ് നമുക്ക് കിട്ടിയില്ലായിരുന്നോ? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ആകുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ഓഫ് കൊളോയിഡ് ആരാ? സോളിഡ് സോളാണ്. അതുപോലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം സോളിഡ് ആകുമ്പോഴും കിട്ടുന്ന ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്ന് പറയുന്നത് സോളിഡ് സോളാണ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പ്യൂമൈസ് സ്റ്റോൺ, ഫോം റബ്ബർ. ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡ് ആകുമ്പോഴും നമുക്ക് കിട്ടുന്ന കൊളോയിഡൽ ടൈപ്പ് എന്ന് പറയുന്നത് ഫോം ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ വിപ്ഡ് ക്രീം, സോപ്പ് ലാദർ, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇത് മിക്കവാറും എല്ലാ തവണയും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തമ്മിൽ നമുക്ക് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്, മാക്സിമം ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ്റെ ബേസിസിൽ നമുക്ക് കൊളോയിഡ്സിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലയോഫിലിക് സോൾസ് എന്നും ലയോഫോബിക് സോൾസ് എന്നും. ലയോഫിലിക് സോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ സോൾവെൻറ്റ് ലവിങ് എന്ന് പറയാം, അല്ലെങ്കിൽ സോൾവെൻറ്റ് അട്രാക്ഷൻ, അല്ലെങ്കിൽ സോൾവെൻറ്റ് അട്രാക്റ്റിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലയോഫിലിക് സോൾസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും. ദർ ഈസ് എ സ്ട്രോങ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. അതുപോലെ തന്നെ ലയോഫിലിക് സോൾസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ സോൾസ് ആണ്. ദേ ആർ സ്റ്റേബിൾ ആൻഡ് നോട്ട് ഈസിലി കൊയാഗുലേറ്റഡ് ബൈ ഇലക്ട്രോളിസിസ്. അതായത് ഈ ലയോഫിലിക് സോൾസ് എന്ന് പറയുന്നത് സ്റ്റേബിളാണ്. അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ചെയ്താലൊന്നും പെട്ടെന്നത് കൊയാഗുലേറ്റ് ആവത്തില്ല. They are obtained from organic materials such as starch, gum, gelatin. ലയോഫിലിക് സോൾസ് നമുക്ക് കിട്ടുന്നത് ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നാണ്. ഓർഗാനിക് മെറ്റീരിയൽസിന് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ. സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നാണ് നമുക്ക് ലയോഫിലിക് സോൾസ് കിട്ടുന്നത്. സർഫസ് ടെൻഷൻ ഈസ് ലോവർ ദാൻ ഡിസ്പേർഷൻ മീഡിയം. ഇവിടെ ലയോഫിലിക് സോൾസിൻ്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ മീഡിയത്തിനെയും കാട്ടിയും കുറവാണ്. വിസ്കോസിറ്റി ഈസ് മച്ച് ഹയർ ദാൻ ഡിസ്പേർഷൻ മീഡിയം. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ മീഡിയത്തിനെയും കാട്ടിയും കുറവും വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പേർഷൻ മീഡിയത്തിനെയും കാട്ടിയും കൂടുതലാണ്. ലയോഫിലിക് സോൾസ് പറയുകയാണെങ്കിൽ അവിടുത്തെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. അതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള സോൾസ് ആണ്. അതുപോലെ തന്നെ സ്റ്റേബിളും ആണ്. ഇലക്ട്രോളിസിസ് വഴിയൊന്നും പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓർഗാനിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ നിന്നാണ് ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ മീഡിയത്തിനെയും കാട്ടിയും കുറവാണ്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പേർഷൻ മീഡിയത്തിനെയും കാട്ടിയും കൂടുതലാണ്. ഇത്രയാണ് നമ്മുടെ ലയോഫിലിക് സോൾസ്, അല്ലെങ്കിൽ സോൾവെൻറ്റ് അട്രാക്റ്റിംഗ് സോൾസ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലയോഫോബിക് സോൾ, അല്ലെങ്കിൽ സോൾവെൻറ്റ് ഹേറ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് പറയാം സോൾവെൻറ്റ് റിപ്പലിംഗ്. ലയോഫോബിക് സോൾസ് പറയുകയാണെങ്കിൽ ദർ ഈസ് എ ലിറ്റിൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുമല്ല, ഈ സോൾസ് എന്ന് പറയുന്നത് ഒരു ഇറിവേഴ്സിബിൾ സോൾസ് ആണ്. They are unstable. A small quantity of electrolysis can cause coagulation. ഇവർ ലയോഫോബിക് സോൾസ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ ഈവൻ ചെറുതായിട്ടൊന്ന് ഇലക്ട്രോളിസിസ് ചെയ്താൽ തന്നെ എന്തോ ചെയ്യും? കൊയാഗുലേറ്റ് ചെയ്യും. They are obtained from inorganic materials such as metal and metal sulfides. മെറ്റൽ അല്ലെങ്കിൽ മെറ്റൽ സൾഫൈഡ്സ് പോലുള്ള ഇൻഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നാണ് ഇവ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്.
സർഫസ് ടെൻഷൻ ഈ സെയിം as ദാറ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെ അതേ സർഫസ് ടെൻഷൻ ആയിരിക്കും ഈ സോൾസിനും. അതുപോലെ തന്നെ വിസ്കോസിറ്റി സിമിലർ ടു ദാറ്റ് ഓഫ് ഡിസ്പേർഷൻ മീഡിയം. സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും ഡിസ്പേർഷൻ ഫേസുമായിട്ട് അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയമായിട്ട് സെയിം ആയിരിക്കും ലയോഫോബിക് സോൾസിന്. അപ്പോൾ ലയോഫോബിക് സോൾസ് പറയുകയാണെങ്കിൽ അവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഇവരൊരു ഇറിവേഴ്സിബിൾ സോൾസ് ആണ്. അതുപോലെ തന്നെ അൺസ്റ്റേബിൾ ആണ്. ഈവൻ ചെറുതായിട്ട് ഇലക്ട്രോളിസിസ് ചെയ്താൽ എന്തോ ചെയ്യും, പെട്ടെന്ന് കൊയാഗുലേറ്റ് ചെയ്ത് പോകും. പിന്നെ മെറ്റൽ സൾഫൈഡ്സ് പോലുള്ള ഇനോർഗാനിക് മെറ്റീരിയൽസിൽ നിന്നാണ് ഇവ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവരുടെ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും ഡിസ്പേർഷൻ മീഡിയമായിട്ട് സെയിം ആണ് അല്ലെങ്കിൽ സിമിലർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിസിലുള്ള കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ടൈപ്സ് അനുസരിച്ച് നമുക്ക് കൊളോയിഡ്സിനെ മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ്, മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ആദ്യത്തേത് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ അഗ്രിഗേഷൻ ഓഫ് ആറ്റംസ് ഓർ സ്മോൾ മോളിക്യൂൾസ് വിത്ത് മോളിക്കുലർ സൈസ് ബിലോ 1 നാനോമീറ്റർ. ഇവിടെ ഉണ്ടാകുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് അവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നത്. അവിടുത്തെ മോളിക്കുലർ സൈസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ബിലോ 1 നാനോമീറ്റർ ആണ്. നമ്മൾ കൊളോയിഡ് എന്തെന്ന് നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 100 നാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മൾട്ടിമോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറയുന്നത് 1 നാനോമീറ്ററിനും ബിലോ ആണ് അവരുടെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത് മോളിക്യൂൾസ് ഇൻ ദ അഗ്രിഗേറ്റ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ വാണ്ടർവാൾ ഫോഴ്സസ്. ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്യുന്ന മോളിക്യൂൾ അവിടെ ഹെൽഡ് ചെയ്യുന്നത് വാണ്ടർവാൾ ഫോഴ്സ് കാരണമായിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലസ്റ്റേഴ്സ് ഓഫ് AU ആറ്റംസ്. AU എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡാണ്. ഗോൾഡ് ആറ്റത്തിൻ്റെ ക്ലസ്റ്റർ. രണ്ടാമത്തത് സൾഫർ സോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ SiO2 മോളിക്യൂൾസിൻ്റെ അഗ്രിഗേഷനാണ് അവിടെ. അപ്പോൾ ഇതാണ് മൾട്ടി മോളിക്കുലർ കൊളോയിഡ്സ്. സെക്കൻഡ് വൺ മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ്. മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ ദംസെൽസ് ലാർജ് മോളിക്യൂൾസ് ഹാവിങ് കൊളോയിഡൽ ഡയമെൻഷൻ. അതായത് കൊളോയിഡ്സിൻ്റെ ഡയമെൻഷനുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിരിക്കും. നമുക്ക് കൊളോയിഡ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളോയിഡിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ ആണ്. അപ്പം 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ സൈസ് റേഞ്ച് ഉള്ള ആ മോളിക്യൂൾസ് ആണ് ആരെന്ന് പറയുന്നത് മാക്രോ മോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്റ്റാർച്ച്, പ്രോട്ടീൻ, സെല്ലുലോസ്. സ്റ്റാർച്ച്, പ്രോട്ടീൻ, സെല്ലുലോസ് എന്ന് പറയുന്നത് നാച്ചുറൽ മാക്രോ മോളിക്കുലർ കൊളോയിഡ്സും പോളിത്തീൻ, നൈലോൺ, പ്ലാസ്റ്റിക്സ്, പോളിസ്റ്റൈറിനൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാക്രോ മോളിക്കുലർ കൊളോയിഡ്സും ആണ്. നെക്സ്റ്റ് വൺ അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അസോസിയേറ്റഡ് കൊളോയിഡ്സിലാണെങ്കിൽ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ബിഹേവ് as നോർമൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് അറ്റ് ലോ കോൺസെൻട്രേഷൻ ആൻഡ് ആക്ട് as എ കൊളോയിഡ്സ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ. അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേഷൻ കുറവായിരിക്കുമ്പോൾ അത് ഏതാണ്ട് നമ്മുടെ നോർമലായിട്ടുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂടുമ്പം കൊളോയിഡ്സുമായിട്ട് ആക്ട് ചെയ്യുന്നവയാണ് നമ്മൾ അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ലോവർ കോൺസെൻട്രേഷനിൽ നോർമലായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടും ഹയർ കോൺസെൻട്രേഷൻ ആകുമ്പോൾ കൊളോയിഡായിട്ടും ബിഹേവ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. The colloidal behavior of these substances is due to the formation of aggregated particles called micelle. അതായത് ഇങ്ങനെ ഈ കൊളോയിഡൽ ബിഹേവിയർ സബ്സ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്ന കൊളോയിഡൽ ബിഹേവിയറിൻ്റെ കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിൻ്റെ അഗ്രിഗേഷനാണ്. അതിന് പറയുന്ന പേരാണ് മീസെല്ലെ. എക്സാമ്പിൾ സോപ്പ്, ഡിറ്റർജൻറ്റ് അതൊക്കെയാണ്. അടുത്ത് ഫോർമേഷൻ ഓഫ് മീസെല്ലസ് ടേക്സ് പ്ലേസ് എബവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കാൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് എബവ് ആണ് ഈ ഒരു മീസെല്ലെ ഫോം ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്നത് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്നും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എബവ് ആണ് മീസെല്ലെ ഫോം ചെയ്യുന്നത്. ആ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനെ നമ്മൾ ക്രിട്ടിക്കൽ മീസെല്ലെ കോൺസെൻട്രേഷൻ എന്നായിരിക്കും പറയുന്നത്. അപ്പം ഇതാണ് 3 types of colloids based on type of particles of the dispersed phase: multimolecular colloids, macromolecular colloids and associated colloids. Mechanism of micelle concentration. Soap is sodium or potassium salt of higher fatty acid and represented as RCOONA. സോപ്പ് എന്ന് പറയുന്നത് ഹയർ ഫാറ്റി ആസിഡ് ആണ്. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടിൻ്റെ ഹയർ ഫാറ്റി ആസിഡ് ആണ് സോപ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് RCOONA എന്ന് റെപ്രസെൻ്റ് ചെയ്യാം.
ഈ സോപ്പ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം ഈ RCOO ഡിസോസിയേറ്റ് ചെയ്തിട്ട് RCOO- ആയിട്ടും Na+ ആയിട്ടും 2 അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ RCOO- 2 പാർട്ടുണ്ട്. ഒരു ഹൈഡ്രോ കാർബൺ ചെയിനും ഒരു പോളാർ ഗ്രൂപ്പും. ഇവിടെ ഹൈഡ്രോ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് R ആണ്, പോളാർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് COO- ആണ്. ഹൈഡ്രോ കാർബൺ ചെയിൻ R എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്, അതായത് വാട്ടർ റിപ്പലൻ്റ് ആണ് ഹൈഡ്രോ കാർബൺ ചെയിൻ. അതുപോലെ പോളാർ ഗ്രൂപ്പ് COO- എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്, അതായത് വാട്ടർ ലവിങ് ആണ് COO-. ഓക്കെ, ഈ RCOO- എന്ന് പറയുന്ന അയോൺസ് നമ്മുടെ സർഫസിലായിരിക്കും കാണപ്പെടുന്നത്. അതിൽ COO- എന്ന് പറയുന്നത് വാട്ടറിലും അതുപോലെ തന്നെ R എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ ചെയിൻ വാട്ടറിന് എവേ ആയിട്ടായിരിക്കും കാണുന്നത്. കാരണം R എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ പോളാർ ഗ്രൂപ്പാണ്. നോൺ പോളാർ ഗ്രൂപ്പുമാണ്, അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക്കുമാണ്, വാട്ടർ റിപ്പലൻ്റ് ആണ്. അതുകൊണ്ട് വാട്ടറിന് എവേ ആയിട്ടായിരിക്കും ആര് കാണപ്പെടുന്നത്? R എന്ന് പറയുന്ന നമ്മുടെ ഹൈഡ്രോ കാർബൺ ചെയിൻ. അതേസമയം COO- എന്ന് പറയുന്ന ഗ്രൂപ്പ് ഹൈഡ്രോഫിലിക് ആണ്, അതായത് വാട്ടർ ലവിങ് ആയിരിക്കും. അതെപ്പോഴും നമ്മൾ കാണുന്നത് വാട്ടറുമായിട്ട് ചേർന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അറ്റ് CMC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ മീസെല്ലെ കോൺസെൻട്രേഷനെയാണ് CMC എന്ന് പറയുന്നത്. അറ്റ് CMC ആനോൺസ് ആർ പുൾഡ് ഇൻ ടു ദ ബൾക്ക് ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് അഗ്രിഗേറ്റ്സ് ടു ഫോം എ സ്പിറിക്കൽ ഷേപ്പ്. അതായത് ക്രിട്ടിക്കൽ മീസെല്ലെ കോൺസെൻട്രേഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു ക്രിട്ടിക്കൽ മീസെല്ലെ കോൺസെൻട്രേഷനിൽ ആനോൺസ് എല്ലാം സൊല്യൂഷൻ്റെ ബൾക്കിലോട്ട് പുൾ ചെയ്ത് പോകും. അവിടെ അഗ്രിഗേറ്റ് ചെയ്ത് ഒരു സ്പിറിക്കൽ ഷേപ്പ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഈ സ്പിറിക്കൽ ഷേപ്പിൻ്റെ സെൻറ്ററിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത് ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും, അതായത് R എന്ന് പറയുന്ന ഗ്രൂപ്പ് ആയിരിക്കും ആ ഒരു സ്പിറിക്കൽ ഷേപ്പിൻ്റെ സെൻറ്ററിൽ കാണാൻ സാധിക്കുന്നത്. പുറത്തോട്ട്, അതായത് ഔട്ട്വേർഡ് നമുക്ക് കാണാൻ പറ്റുന്നത് COO- ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അറ്റ് CMC ആനോൺസ് ആർ പുൾഡ് ഇൻ ടു ദ ബൾക്ക് ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് അഗ്രിഗേറ്റ്സ് ടു ഫോം എ സ്പെറിക്കൽ ഷേപ്പ് വിത്ത് ദർ ഹൈഡ്രോ കാർബൺ എൻഡ്സ് പോയിൻറ്റിംഗ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ വിത്ത് COO- പാർട്ട് റിമൈനിങ് ഔട്ട്വേർഡ് ഓൺ ദി സർഫസ് ഓഫ് ദി സ്പിയർ. സ്പിയറിലെ ടുവേർഡ്സ് ദി സെൻറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹൈഡ്രോ കാർബൺ എൻഡും ഔട്ട്വേർഡ് ഓഫ് ദി സർഫസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് COO- ഗ്രൂപ്പുമാണ്. ദിസ് അഗ്രിഗേറ്റ്സ് ദസ് ഫോംഡ് ഈസ് കാൾഡ് അയോണിക് മീസെല്ലെ. ഇങ്ങനെ കാണപ്പെടുന്ന ആ അഗ്രിഗേറ്റ്സിനെ നമുക്ക് അയോണിക് മീസെല്ലെ എന്ന്